سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم اجعلنا مقيم الصلاة ومن ذريتنا ربنا وتقبل دعاء. ബഹ്റൈൻ സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ സമാദരണീയനായ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട നമുക്കേവർക്കും അഭിമാനമായ പണ്ഡിത ജ്യോതിസ് ഫഖ്റുദ്ദീൻ തങ്ങൾ അവറുകളെ, ജനറൽ സെക്രട്ടറി ബഹുമാന്യ സുഹൃത്ത് അബ്ദുൽ വാഹിദ്, വേദിയിലെ പ്രമുഖ പണ്ഡിത സുഹൃത്തുക്കളെ, ജമാഅത്തിന്റെ സമാദരണീയനായ ട്രഷറർ പ്രിയ സുഹൃത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി, ഏറെക്കാലമായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറെ ചുറുചുറുക്കുള്ള പ്രവർത്തകനായി ബഹ്റൈനിൽ എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഉമർ ഫാറൂഖ് ഹുദവി, മറ്റ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളവരും അല്ലാത്തവരുമായ സമാദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. പരിശുദ്ധ റബീഉൽ അവ്വൽ വിടവാങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന വിശുദ്ധ റബീഉൽ അവ്വലിന്റെ മഹത്വം ഏറെക്കുറെ വിവിധ പരിപാടികളിലൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ധ്യയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ഇമ്പമാർന്ന കലാപരിപാടികൾ കൊണ്ട് നമ്മുടെ മനോമുകുരങ്ങൾ സന്തോഷ പുളകിതമായിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ പര്യായം തന്നെ സന്തോഷമാണ്. നാം കേട്ട ഏറെ മദ്ഹ് കാവ്യങ്ങൾ ഒക്കെ, മൗലിദാവട്ടെ, മറ്റ് മദ്ഹിൽ വന്നിട്ടുള്ള കാവ്യങ്ങളാവട്ടെ, ഒക്കെ തന്നെ ഉദ്ഘോഷിക്കുന്നത് ആ സന്തോഷത്തിന്റെ പ്രകീർത്തനങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിങ്ങൾ, വളരെ ചുരുക്കം ആളുകളെ മാറ്റി നിർത്തിയാൽ എല്ലാവരും ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. നബിയോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കാനുള്ള അവസരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണവും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമെല്ലാം ഇതുമായി ബന്ധപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് എവിടെ തന്നെ നമ്മുടെ സംഘടനകളുണ്ടോ, മദ്രസകളുണ്ടോ, അവിടൊക്കെ തന്നെ നമുക്കറിയാം റബീഉൽ അവ്വൽ മാസം ആകുന്നതോടുകൂടി ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം നമ്മുടെ പരിപാടികളിലേക്ക് കടന്നു വരുന്നത്. അതിന്റെ ശ്രദ്ധേയമായൊരു പതിപ്പാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബഹ്റൈനിൽ ഇവിടെ കാണാൻ സാധിച്ചത്. ബഹ്റൈനിൽ മറ്റു നമ്മുടെ എല്ലാ ഗൾഫ് നാടുകളിലും ഉള്ളതിനേക്കാൾ ഏറെ ആവേശത്തോടുകൂടി നമ്മുടെ പ്രവർത്തകർ ഇത്തരം പരിപാടികളിൽ സംബന്ധിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകർക്കൊക്കെ തന്നെ ഇതിന്റെ പ്രയാസങ്ങൾ അറിയാം. ഇതിന്റെ സംഘാടകർ ഇത്രയും ഭംഗിയായി, ഇത്രയും സന്തോഷത്തോടുകൂടി കുട്ടികൾക്ക് ട്രെയിനിംഗ് ഒക്കെ നടത്തി ഈ രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിച്ചെടുത്ത് റബീഉൽ അവ്വൽ ആഘോഷിക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും നബിയോടുള്ള നമ്മുടെ ഹുബ്ബിന്റെ പ്രകടനമാണ്. മുമ്പത്തെക്കാളേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് പ്രകടിപ്പിക്കാനും നമ്മുടെ പ്രയാസങ്ങൾ അവിടത്തേക്ക് ബോധിപ്പിക്കാനും ഏറ്റവും കൂടുതൽ ആവശ്യകത കൂടിയ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നാം ചേരുന്ന ഈ കുടുംബ സംഗമം
നബിയോടുള്ള ഹുബ്ബ്, നബിയെ നാം സ്മരിക്കേണ്ടതിന്റെ പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴുവൻ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പ്രകീർത്തിക്കലും നബിയോടുള്ള സലാത്തും പ്രാർത്ഥനയും വർദ്ധിപ്പിക്കലും അതിന്റെ പ്രാധാന്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമുക്കറിയാം, നാം എല്ലാ വേദികളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആ സലാത്ത് ആവർത്തിക്കുകയാണ്. മറ്റൊരു ഇബാദത്ത് പോലെയുമല്ല. സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് മൻ സല്ലല്ലാ അലൈഹി സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു ഹദീസാണ്. എന്താണ് ഇത് ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയൊരു അധ്യാപനം? നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്തും സലാത്ത് നമ്മൾ മറക്കാൻ പറ്റുകയില്ല. അത്രയും വലിയൊരു അധ്യാപനമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മൻ സല്ലല്ലാ അലൈഹി സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. നമ്മൾ പല സൽക്കർമ്മങ്ങൾ ചെയ്താലും ഏത് സൽക്കർമ്മത്തിനും 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ സലാത്തിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു സൽക്കർമ്മത്തിന്റെയും മാതിരിയല്ല. അതിന്റെ പ്രതിഫലം ആ ചെല്ലുന്നതോടുകൂടി ഉറപ്പാവുകയാണ്. മറ്റൊരു സൽക്കർമ്മത്തിന്റെയും മാതിരിയല്ല. ഏതൊരു സൽക്കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ നിയ്യത്തനുസരിച്ച്, ഇഖ്ലാസ് അനുസരിച്ച്, അതിന് മറ്റെന്തെങ്കിലും ആളുകൾ കാണാൻ വേണ്ടിയാണോ, ലോകമാന്യമുണ്ടോ, അല്ലെങ്കിൽ അതിനെ ബാത്തിലാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോ ഒരാളോട്, ഒരു മഹാനായൊരു വ്യക്തിയോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി പോകും. ഒരു കാര്യമായൊരു പ്രധാനപ്പെട്ട ഒരാളാണ്, നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ പോവാണ്. അയാൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മളെ അപേക്ഷ ആൾ കേട്ടിട്ട്, നമ്മൾ ആവശ്യം പരിഗണിച്ചിട്ട് ആ മഹാനായ മനുഷ്യൻ നമുക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എത്രയോ കിലോമീറ്ററുകൾ താണ്ടി ഒരാളെ കണ്ട് ദുആർക്കാൻ വേണ്ടി പറയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചാൽ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. ഈ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ അത്രയും ദൂരത്ത് ചെന്ന് ഒരു മഹാനായ മനുഷ്യനോട് നമുക്ക് വേണ്ടി ദുആർക്കാൻ ആവശ്യപ്പെടുന്നത്. അത് വളരെ പുണ്യമുള്ള സംഗതിയാണ്. അത് വിചാരിച്ച് നമ്മൾ പല സ്ഥലത്തും പോയി പല മഹാന്മാരെയും നമ്മുടെ ഉസ്താദുമാരുടെയും നേതാക്കളുടെ തത്ത് പോയിട്ട് നമ്മൾ ദുആ ആവശ്യപ്പെടുന്നുണ്ട്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ദുആർക്കാൻ പറഞ്ഞാല് ഒരു തവണ ദുആർന്നാൽ ആ ഒരു തവണത്തെ ദുആന്റെ പ്രതിഫലം നമുക്ക് കിട്ടാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ ഒരു സലാത്ത് ചൊല്ലിയാല് നമുക്കവിടെ ദുആ കിട്ടാൻ പോവാണ്. ആരെ ദുആണ് കിട്ടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുആ. സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ എന്നാണ്. നമ്മൾ ഒരു സലാത്ത് ചൊല്ലിയാല് നമുക്ക് തിരിച്ച് ദുആ കിട്ടുന്നത് ആരുതാ? റസൂലിന്റേത് പോലുമല്ല, അള്ളാന്റെ സലാത്താണ് കിട്ടുന്നത് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒരൊറ്റ സലാത്തിന് 10 സലാത്ത് തിരിച്ചു കിട്ടുകയാണ്. അതും അള്ളാഹുവിന്റെ സലാത്ത്. പിന്നെ നമുക്കൊന്നും സംശയിക്കണ്ടല്ലോ. പിന്നെ അതിന് വേറൊരു അപ്പീലും വേണ്ട, അതിനെപ്പറ്റി ഒരു സംശയം നമുക്ക് വേണ്ട. അത്രയും ഉറപ്പായ സലാത്താണ് നമുക്ക് തിരിച്ചു കിട്ടാൻ പോണത്. ഇത്രയും മഹത്തായ ഒരു സംഗതി സലാത്തല്ലാതല്ല. ഖുർആന്റെ മഹത്വമുണ്ട്, ദുആക്ക് മഹത്വമുണ്ട്, നിസ്കാരത്തിന് മഹത്വമുണ്ട്, എല്ലാറ്റിനും അതിന്റെ പ്ലസും മൈനസും ഉണ്ട്. നമുക്കറിയാം, ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിന് പല ഷർത്തും ഫർദുണ്ട്. ഈ സലാത്തിനെ പറ്റി പറഞ്ഞെടുത്ത് ആ സലാത്തിന്റെ മഹത്വം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സലാത്ത് ചെല്ലുന്നതോടുകൂടി 10 തവണ 10 സലാത്ത് അള്ളാഹുവിന്റെ പക്കൽ നമുക്ക് കിട്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മം വർദ്ധിപ്പിക്കണോ, നമ്മുടെ നന്മയുടെ ഏട് കനം കൂട്ടണോ, ഏറ്റവും നല്ല മാർഗം ഈ സലാത്ത് വർദ്ധിപ്പിക്കലാണ്. നമുക്ക് പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ സാധാരണക്കാരായ പല ആളുകളും സലാത്ത് ജീവിതത്തിൽ വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം വലിയ സ്ഥാനങ്ങളിലും ഉയരങ്ങളിലും എത്തിയിട്ടുണ്ട്. സ്ഥാനം ഉയരം തന്നെ നമ്മൾ മനസ്സിലാക്കല് ഒരു വലിയ പണക്കാരനായി എന്നുള്ളതാണ്. ഒറ്റ നമ്മൾ ചിന്തതാണ്. അങ്ങനെയല്ല. ഒരാളുടെ വിജയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ ഖദർ ഉയരുക എന്നുള്ളതാണ്. ഈ ഒരു ഉയർച്ച ഇത് ഉണ്ടാവാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് സലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സലാത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്ന, അതിന് നമുക്ക് പ്രചോദനം നൽകുന്ന, അതിന് പ്രായോഗികമായി നമുക്ക് വഴിയൊരുക്കുന്ന ഒരു അവസരമാണ് ഈ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ ആഘോഷം വേണ്ട, റബീഉൽ അവ്വൽ ഒന്നും വേണ്ട എന്ന ഈ പരിപാടി നിർത്തിയാല് പിന്നെ ആരാണ് ഈ നബി തന്നെ നമ്മൾ സമുദായത്തിന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വരേണ്ടി വരും? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്നാണ്. ആരാണ് ഈ പ്രവാചകൻ? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ചു പോയത് എന്ന് മനസ്സിലാക്കാൻ അവസരം കിട്ടുന്നത് ഇത്തരം ഒരു ഒരുമിച്ച് കൂടലിലൂടെയാണ്. ഈ റബീഉൽ അവ്വലിലെ ആഘോഷങ്ങളെ എതിർക്കുന്നവർ, ഈ റബീഉൽ അവ്വലിലെ ഈ മഹത്തായ മൗലിദിനെയും നബിയുടെ പ്രകീർത്തനങ്ങളെയും എതിർക്കുന്നവർ
നബിയെപ്പറ്റി പഠിക്കാനുള്ളൊരു അവസരം പോലും നഷ്ടപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഈ സലാത്ത്, നബിയോടുള്ള ഹുബ്ബ്, ഇത് ഇല്ലാതെ ഒരു തരത്തിലും ഒരു മുസ്ലിമിന് വിജയിക്കാൻ സാധ്യമല്ല. ഇതാണ് ഈ കുടുംബ സംഗമത്തിൽ നമുക്ക് നമ്മുടെ മക്കളോട് പറയാനുള്ള പ്രധാന അധ്യാപനം. ഇതാണ് കുടുംബം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഈ സമുദായത്തിലേക്ക് നിയോഗിച്ച് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളൊരു കുടുംബ സാഹചര്യത്തോടു കൂടിയാണ് എല്ലാ അധ്യാപനങ്ങളും നമുക്ക് നൽകിയിട്ടുള്ളത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബുൻ വഖൈറുൻ അമല. നമുക്ക് മക്കളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഇതൊന്നും തന്നെ പരലോകത്ത് പ്രയോജനപ്പെടണമെങ്കിൽ അത് സൽക്കർമ്മത്തിന്റെ മാർഗത്തിലേക്ക് തിരിയാൻ സാധിക്കണം. നമ്മുടെ മക്കളെ നമുക്ക് പരലോകത്ത് പ്രയോജനപ്പെടുന്ന സാലിഹ്യങ്ങളായ സന്താനങ്ങളാക്കി വളർത്തിക്കൊണ്ടുവരുവാൻ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ നാം കൊടുക്കുന്ന ശിക്ഷണം ഏത് രീതിയിലായിരിക്കണമെന്ന് നമ്മൾ വളരെ ഗഹനമായി ആലോചിച്ച് അവരെ ശരിയായ ദിശയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. നേരത്തെയോട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റോട് ബോധിപ്പിച്ചു, ഇത്ര മദ്രസകൾ, 8 ചില്ലാനം മദ്രസകൾ നമ്മൾക്കുണ്ട്, 1000-ഓളം കുട്ടികൾ, 800-ൽ പരം കുട്ടികൾ നമ്മുടെ മദ്രസകളിൽ ദീനി വിജ്ഞാനം നേടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ദീനി വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കുട്ടികളെ ഏതൊരു മാർഗത്തിലാണ് നമുക്ക് ശരിയായി കൊണ്ടുവരാൻ സാധിക്കുക? നമ്മളെ അള്ളാഹു ദുനിയാവിലേക്ക് അയച്ചത് ഇന്നാ ഖലഖ്നാകും ദക്റൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നമ്മൾ ആണും പെണ്ണുമായി, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖ്നാകും മിൻ ദക്റിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങൾ നമ്മൾ ദുനിയാവിൽ അയച്ചിരിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും, അങ്ങനെ വിവിധ ഗോത്രങ്ങളായി, വർഗങ്ങളായി നിങ്ങൾ വേർതിരിച്ചിരിക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പരലോകത്ത് അല്ലാഹുവിന്റെ അടുത്തെത്തുമ്പോൾ ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മഹത്വമുണ്ടെങ്കിൽ അത് നമ്മുടെ തഖ്വയിലൂടെയുള്ള മഹത്വം മാത്രമാണ്. ഈ തഖ്വ ഉൾക്കൊള്ളുന്ന സന്താനങ്ങളെയാണ് നമുക്ക് പരലോകത്ത് പ്രയോജനപ്പെടുകയുള്ളൂ. നാം ഈ മദ്രസയിലൂടെയും നമ്മുടെ ദീനി ക്ലാസുകളിലൂടെയും സലാത്തിലൂടെയും നമ്മുടെ പരിപാടികളിലൂടെയൊക്കെ ലക്ഷ്യമിടുന്നത് നമ്മുടെ മക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതില്ലാതെ കേവലം ഭൗതികമായ സൗകര്യങ്ങൾ മാത്രം നൽകി, ഭൗതിക വിദ്യാഭ്യാസം നൽകി, ദീനിയായ ശിക്ഷണമില്ലാത്ത രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നാൽ നിർഭാഗ്യവശാൽ ഈ മക്കൾ നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, പരലോകത്ത് ഇവർക്ക് നമുക്കൊരു ബാധ്യതയായി മാറുകയും ചെയ്യും. നാളെ അള്ളാഹുവിന് മുമ്പിൽ ഈ മക്കൾ പറയും, റബ്ബന അരിനല്ലദീനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹത അഖ്ദാമിന എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ എന്നെ വഴിവഴിപ്പിച്ച ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സന്താനങ്ങൾ നാളെ ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ ഒരു സ്ഥിതിവിശേഷം ഇല്ലാതെ വരണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച ഈ ഒരു സൃഷ്ടിപ്പ്, ആണ് പെണ്ണ്, അവരിൽ നിന്ന് മക്കൾ എന്നുള്ള ഈ ഒരു രീതിയിൽ അള്ളാഹു നമ്മൾ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ ഒരു ബന്ധം അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചു വെച്ചത് തന്നെ, ആ ഒരു രീതിയിൽ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചത് തന്നെ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ ദഅവത്ത് നാം സ്വയം ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്കും ആ കുടുംബത്തിൽ നിന്ന് മക്കളിലേക്കും ആ മക്കളിൽ നിന്ന് അവരുടെ മക്കളിലേക്കും ഈ രീതിയിൽ പരസ്പരം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ഈ കുടുംബ ബന്ധം നിലനിർത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മക്കൾക്ക് ശരിയായ വിജ്ഞാനം കൊടുക്കാതെ, ശരിയായ മദ്രസ വിദ്യാഭ്യാസം, ദീനി വിദ്യാഭ്യാസം കൊടുക്കാതെ കുട്ടികൾ വളർന്നു വരുമ്പോൾ നാളെ അവർ നമ്മെ അനുസരിക്കാത്തൊരു മക്കളായി, ദീനിയായൊരു ശിക്ഷണം കിട്ടാത്ത മക്കളായി വളർന്നു വന്നാൽ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ ഇതിന് സമാധാനം പറയേണ്ടി വരികയാണ്. ഒരു മകന്റെ വിദ്യാഭ്യാസം, മകന്റെ ശിക്ഷണം, ഉത്തരവാദിത്വം പൂർണ്ണമായും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മാതാപിതാക്കളിലാണ്. മാതാപിതാക്കൾ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ എന്റെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. കുല്ലുക്കും റായിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓരോരുത്തരെയും ബോധിപ്പിച്ചതാണ്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. ആണാവട്ടെ, പെണ്ണാവട്ടെ, കുടുംബനാഥനാവട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ ഉമ്മയാവട്ടെ, ആരാണെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവര് ആ കുടുംബത്തിന്റെ നായകനാണെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ
ശിക്ഷണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കല്, അവരെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തല്, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, ദീനിയായ ശിക്ഷണം, ഇത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ കുടുംബനാഥന്റെയും ഉത്തരവാദിത്തമാണ്. ഈ കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ, ഇപ്പോൾ മദ്രസയിലേക്ക് വരുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം യഥാരീതിയിൽ നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ തുടർന്നുള്ള പരിപോഷണം, വീട്ടിൽ വെച്ചിട്ട് അതിന്റെ ഫോളോ അപ്പ്, ഇതൊക്കെ തന്നെ ആ കുടുംബത്തിലെ മാതാവിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മാറി. നേരത്തെയാണ് നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ അന്തരീക്ഷങ്ങളൊക്കെ പൂർണ്ണമായും ദീനിയായ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ആ ചുറ്റുപാടുകളൊക്കെ മാറിക്കഴിഞ്ഞു. സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും ഇന്ന് മറ്റു രീതിയിലുള്ള മീഡിയയുടെയും മറ്റു രീതിയിൽ നമ്മളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തിരിച്ചുവിടുന്ന പല രീതിയിലുള്ള സംവിധാനങ്ങളുടെയും മുമ്പിൽ സമയം കളയുകയാണ്. ടി വി ആവട്ടെ, മറ്റ് മീഡിയകളാവട്ടെ, ഇതിന്റെ മുമ്പിലെല്ലാം നമ്മുടെ സമയം നശിപ്പിക്കാനുള്ള എല്ലാ രീതികളും എല്ലാ സംവിധാനങ്ങളും പിശാച് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നാം ഓരോരുത്തരുടെയും, ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇത്തരം സംവിധാനങ്ങളുടെ മുമ്പിൽ സമയം നഷ്ടപ്പെടുത്തി നാളെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് തിരിയുമ്പോൾ നമുക്കൊന്നും തന്നെ ബാക്കിയില്ലാത്ത, നഷ്ടം മാത്രം ബാക്കിയാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. ഓരോ മനുഷ്യന്റെയും സമയത്തിന്റെ വില ഓരോ മനസ്സിലാക്കാതെയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. മിക്കവാറും ആളുകൾ ഏറ്റവും കൂടുതൽ വഞ്ചിതരായിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അസ്സിഹത്തു വൽ ഫറാഗ്, ഒന്ന് സിഹത്ത്, മനുഷ്യന്റെ ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് സമയം. നമ്മൾ സമയം നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ദീനീയ അധ്യാപനങ്ങൾ പാലിക്കുന്ന കാര്യത്തിലോ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ നേരത്തെ പറഞ്ഞ പോലുള്ള വല്ല മീഡിയകളുടെയും ടിവികളുടെയും സീരിയലുകളുടെ മുന്നിൽ നമ്മുടെ സമയം കളഞ്ഞുകൊണ്ട് അവസാനം നമ്മൾ സമയം കണക്കൂട്ടി നോക്കിയാൽ ഈ സമയം നഷ്ടപ്പെട്ട് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഓരോ ദിവസം നമ്മുടെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് കിടക്കാൻ പോകുമ്പോൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ എന്തായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഞാൻ എനിക്ക് സമ്പാദിച്ചത്, നാളെ ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്റെ പ്രവർത്തനത്തിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് ഓരോരുത്തരും പരിശോധിക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഈ ഹദീസിന്റെ പേര് നമുക്ക് മനസ്സിലാവുക. നിഅമത്താനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു എന്ന് പറഞ്ഞത് ആരോഗ്യത്തെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഫറാഗ്, ഇത് രണ്ടും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാവുക. യൗവനകാലത്ത് ഇഷ്ടം പോലെ സമയമുള്ള സമയത്ത് യുവാക്കൾ, അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ കുറച്ച് വയസ്സായിട്ട് ആ സമയത്ത് നമുക്ക് ഇബാദത്തൊക്കെ തുടങ്ങാം, ഇപ്പൊ ഇങ്ങനെ ദുനിയാവിയായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാമെന്ന് ചിന്തിക്കും. പ്രായമായി വരുന്നതിനനുസരിച്ച് പിന്നെ നമുക്ക് ഇബാദത്തിലേക്ക് തിരിയാനുള്ള ശ്രദ്ധയുമില്ല, ആരോഗ്യവുമില്ല. അതാണ് നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനത്തിൽ നഷ്ടബോധം വരിക. ഇതാണ് മഖ്ബൂലും ഫീഹിമാ എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത്രയും വളരെ അർത്ഥവത്തായ വാക്കാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു പദം പ്രയോഗിച്ചിരിക്കുന്നത്, മഖ്ബൂൻ. നാം ചെയ്ത ഒരു പ്രവർത്തനത്തിൽ നഷ്ടം പറ്റിയവൻ. അപ്പൊ നമ്മുടെ ആരോഗ്യം കൊണ്ട് എവിടെയാണോ ആരോഗ്യം ചെലവാക്കേണ്ടത് ആ സ്ഥാനത്ത് ആരോഗ്യം ചെലവാക്കാതെ അസ്ഥാനത്ത് കൊണ്ടുപോയി ആരോഗ്യം ചെലവാക്കിയതിലൂടെ നമുക്ക് നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. അതാണ് യൗവനകാലം അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ അള്ളാഹുവിന്റെ താഴത്തിലല്ലാതെ ചെലവാക്കിയിട്ട് യഥാർത്ഥ സമയത്ത് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യേണ്ട സമയത്ത് ഇബാദത്ത് ചെയ്യാതെ സമയം നഷ്ടപ്പെടുത്തുകയും അവസാനം നമ്മൾ കൈമലർത്തുകയാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ നല്ല യൗവനകാലം നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ആലോചിക്കുകയാണ്, പടച്ചോനെ എന്റെ സമയം നഷ്ടപ്പെട്ടു പോയല്ലോ. ആ നഷ്ടക്കച്ചവടം ആ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ നിമിഷവും നാം അള്ളാഹുവിലേക്ക്, നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ വിചാരണയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സന്തോഷിക്കുകയാണ്. നമുക്ക് ഓരോ വിഷയം വരുമ്പോൾ സന്തോഷമാണ്. നമുക്ക് സന്തോഷമല്ലല്ലോ, നമുക്ക് നഷ്ടമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ മിനിറ്റും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പരലോകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹിസാബ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ സുഖലോലതകൾക്ക് വേണ്ടി നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഈ ഓരോ മനുഷ്യനെയും അവരിൽ നിന്ന് അവന്റെ ഭാര്യയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ആദം നബി അലൈഹി സ്വലാമിൽ നിന്ന് ഇണയെ സൃഷ്ടിച്ചു. അങ്ങനെ ആ രീതിയിൽ പുരുഷനെയും സ്ത്രീകളെയും സൃഷ്ടിച്ചു. എന്നിട്ട് അവരിൽ നിന്ന് മക്കളെ സൃഷ്ടിച്ചു. ഈ രീതിയിൽ അള്ളാഹു മനുഷ്യ വംശത്തെ സൃഷ്ടിച്ചത് തന്നെ പരസ്പരമുള്ള ബന്ധവും സ്നേഹവും ഉണ്ടാകാൻ വേണ്ടിയാണ്. വജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ.
നമ്മൾ ആലോചിക്കണം, ഈ റഹ്മത്തും ഈ മവദ്ദത്തും മനുഷ്യർക്കിടയിലുള്ള സ്നേഹവും ബന്ധവും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ഒരു തരത്തിലും നമ്മൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ല. എത്രയോ ആളുകൾ അല്ലാഹു ആ തരത്തിലുള്ള സ്നേഹം വിട്ടുകൊടുത്തില്ലെങ്കിൽ, ആ സ്നേഹം വിട്ടുകൊടുത്തില്ലെങ്കിൽ ഒരിക്കലും പരസ്പരം ആ സ്നേഹത്തോടുകൂടിയുള്ള ബന്ധം ഉണ്ടാവില്ല. എത്ര ആളുകൾ നമുക്കറിയാം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ലാത്തവര്, ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളോട് സ്നേഹമില്ലാത്തവര്. ഇതൊക്കെ തന്നെ അള്ളാഹു സ്നേഹം എവിടെ ഇട്ടുകൊടുക്കുന്നു അവിടെ മാത്രമേ ആ സ്നേഹം ഉണ്ടാവുന്നുള്ളൂ. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, മറ്റു ജീവികളുടെ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ പിഞ്ചു ഉണ്ടാവുമ്പോൾ ഏതൊരു മൃഗമാണെങ്കിൽ പോലും ആ കുട്ടിയോടൊരു സ്നേഹം അള്ളാഹു അതിന്റെ മനസ്സിലിട്ട് കൊടുക്കുന്നു. ഇത് പ്രകൃതിയിൽ അത്ഭുതകരമായ, അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണ്. ഈ ഒരു സ്നേഹം ആ മനസ്സിലില്ലെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കാൻ പിതാവോ മാതാവോ തയ്യാറാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സ്നേഹം ആ മനസ്സിലിട്ട് കൊടുത്തുകൊണ്ട് അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി പ്രകൃതിയെ ആ മനുഷ്യരിൽ ഉണ്ടാക്കി തീർക്കുന്നു. ഇതാണ് പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം പൂർണ്ണമായ രീതിയിൽ പിതാവും ഭാര്യയും തമ്മിൽ, പിതാവും തമ്മിൽ, അതുപോലെ മക്കൾ തമ്മിൽ, ഇവർ തമ്മിലുള്ള ഈ ബന്ധം സുദൃഢമായ രീതിയിൽ, ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ അവരെ സുഖങ്ങൾ മാത്രം ചിന്തിച്ചാൽ പോരാ. ഉഖ്റവിയായ പരലോകത്തേക്കുള്ള ഒരു സമ്പാദ്യമായിരിക്കണം എന്റെ മകൻ. അവൻ പഠിക്കുന്ന ദീനിയായ വിജ്ഞാനമായിരിക്കണം. പരലോകത്ത് അവനെ കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടാവണം. ഞാൻ മരിച്ചുപോയാൽ എനിക്ക് വേണ്ടി ഒരു യാസീൻ ഓതാന്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദ്വാരക്കാന്, എന്റെ ഖബറുകൾ സിയാറത്ത് ചെയ്ത് ദ്വാരക്കാന്, എന്തെങ്കിലും ഒരു സൽക്കർമ്മം പരലോകത്ത് എനിക്ക് അവനെ കൊണ്ട് കിട്ടാൻ സൗകര്യം, ഒരു സമയവും സൗകര്യവും കണ്ടെത്തുന്ന ഒരാളായി തീരണം എന്റെ മകൻ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അപ്പോഴാണ് ആ മനുഷ്യൻ ആ മകൻ നമുക്ക് സാലിഹ മകനായി തീരുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞ പോലെ, തങ്ങൾ പറഞ്ഞ പോലെ, മക്കൾ നമുക്ക് പ്രയോജനപ്പെടുന്ന മക്കളായി തീരുന്നത് അപ്പോഴാണ്. ഭൗതികമായ പ്രയോജനപ്പെടൽ ഇതൊരിക്കലും നിലനിൽക്കുകയില്ല. നമുക്കറിയാം, ദുനിയാവിൽ നമ്മളെ സഹായിക്കാൻ പല ആൾക്കാരുണ്ടാവും. പക്ഷേ ഉഖ്റവിയായ വിജയം അത് മക്കളുടെ ഈ ദുനിയാവിൽ നമ്മൾക്ക് ദീനിയായ വിജ്ഞാനം കൊടുക്കുകയും ആ ദീനിയായ ചിട്ടയിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ മക്കൾ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടുകയുള്ളൂ. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനം തന്നെ മാതാപിതാക്കളോടുള്ള ബഹുമാനമാണ്. നമ്മൾ ഒരു കുടുംബ സദസ്സിൽ, ഒരു കുടുംബവേദിയിൽ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നാം നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവരോട് നമ്മൾ കാണിക്കേണ്ട കടമകൾ നമ്മൾ യഥാവിധം നിർവഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മളോട് ആ രീതിയിൽ ഉത്തരവാദിത്തം കാണിക്കുകയുള്ളൂ. എല്ലാ നന്മയുടെയും നിദാനം നമ്മുടെ മാതാവാണ്. നമ്മുടെ മാതാവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് ചോദിച്ചു, ഞാൻ ആർക്കാണ് നന്മ ചെയ്യേണ്ടത്, ആർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ ബാധ്യസ്ഥനായത്? ഉമ്മുക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മാതാവിനാണ് നീ നന്മ ചെയ്യേണ്ടത്. വീണ്ടും ചോദിച്ചു, അപ്പോഴും പറഞ്ഞത് ഉമ്മുക്ക, നിന്റെ മാതാവിനാണ് നന്മ ചെയ്യേണ്ടത്. മൂന്നാമതും ചോദിച്ചു, മാതാവിനോടാണ് നന്മ ചെയ്യേണ്ടത്. നാലാമതാണ് പറഞ്ഞ് പിതാവിന് നന്മ ചെയ്യണമെന്ന് അറിയുന്നത്. നമുക്ക് അത്രയും കടപ്പെട്ടത് നമ്മുടെ മാതാവാണ്. ആ മാതാവ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, മാതാവിന് വേണ്ടി നാം സ്വയം അർപ്പിക്കുകയാണെങ്കിൽ, തീർച്ചയായും ആ ഒരു ബന്ധം നമ്മുടെ മക്കൾ നമ്മോടും കാണിക്കും. അതില്ലെങ്കിൽ അതേ അവസ്ഥ നമുക്കും തിരിച്ചു വരും. എത്രയോ സംഭവങ്ങൾ നമ്മൾക്കറിയാം. മാതാക്കളെ സ്നേഹിച്ചത് കൊണ്ട്, മാതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്തതുകൊണ്ട്, മാതാക്കളുടെ കാലിനടിയിലാണ് സ്വർഗമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഒരു തത്വം ജീവിതത്തിൽ പകർത്തിയത് കൊണ്ട് എത്രയോ മഹാന്മാര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടില്ല. നമുക്കറിയാം, ഉവൈസുൽ ഖർനിയുടെ സംഭവം നമ്മളെല്ലാവരും കേട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവോടും അലി റളിയല്ലാഹു അൻഹുവോടും പ്രത്യേകിച്ച് പറഞ്ഞു, ഉവൈസ് എന്ന ഒരാള് യമനിൽ നിങ്ങളെടുത്ത് വരും, അയാളെ കണ്ടാൽ നിങ്ങൾ ദുആർക്കാൻ വരണം എന്ന് പറഞ്ഞു. അയാളെ കണ്ട ദ്വാരക്കാൻ വരണമെന്ന് പറയുന്നത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരോടാ പറയുന്നത്? മുഅ്മിനീങ്ങളുടെ ഖലീഫ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖലീഫ, 4 ഖലീഫന്മാരിൽ പ്രധാനികളായ ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഈ രണ്ടാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണ് ഉവൈസിന്റെ പ്രാധാന്യം? ഉവൈസുൽ ഖർനിന്റെ പ്രാധാന്യം, അദ്ദേഹത്തിന് വൃദ്ധയായ രോഗിയായ ഒരു മാതാവുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്താണ് ഉവൈസും ജീവിക്കുന്നത് യമനിൽ. പക്ഷേ നബിനെ കാണാൻ അങ്ങേയറ്റം ആഗ്രഹം ഉണ്ടായിട്ട് പോലും നബിന്റെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല, ഹജ്ജിന് വരാൻ പറ്റിയില്ല. എന്താ കാരണം? മാതാവിനെ സംരക്ഷിക്കണം. മാതാവിനെ ഇട്ടു പോരാൻ സാധിക്കൂല. നമ്മളൊക്കെ ചിന്തിക്കും, ആരെയും വാടകയ്ക്ക് ഒരാളെ അല്ലെങ്കിൽ കൂലിക്ക് ആളെ വിളിച്ചാക്കിയിട്ട് മാതാവിനെ നോക്കാനാക്കിയിട്ട് നമുക്ക് പോരാൻ ചിന്തിക്കും. അതല്ല,
ഉവൈസ് റളിയല്ലാഹു അൻഹു ചിന്തിച്ച അതല്ല, എന്റെ മാതാവിനെ നോക്കൽ എന്റെ ഉത്തരവാദിത്തമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിതം പൂർണ്ണമായും ഒഴിഞ്ഞു വെച്ച് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ജീവിച്ച ഉവൈസ്, ആ മഹത്വം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യാൻ വരണം, ദുആ ആവശ്യപ്പെടണം. നമുക്കറിയാം ചരിത്രം. ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഈ ഉവൈസിനെ പിൽക്കാലത്ത് തെരഞ്ഞു. വളരെ അന്വേഷിച്ചതിനു ശേഷം ഒരു വർഷം ഹജ്ജിന് വന്ന എല്ലാ യമൻകാർക്കും ആ ഭാഗത്ത് നിന്ന് വന്ന മുഴുവൻ ആളുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ലക്ഷണങ്ങൾ വെച്ച് ഒരു സദ്യ കൊടുത്ത് മുഴുവൻ ആളുകളും അന്വേഷിച്ചു, ഉവൈസ് എന്ന ആളുകൾ കൂട്ടത്തിലുണ്ടോ? ഉവൈസിനെ കാണില്ല, ആർക്കും അറിയില്ല ഉവൈസ് എന്ന ആള്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ലക്ഷണമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇടത്തെ ചുമലിന്റെ താഴെ ഒരു വെള്ളപ്പാണ്ടിന്റെ ചെറിയ അടയാളുണ്ട്. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് അവസാനം ഒരാള് സംശയം പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിൽ അകന്നു നിന്നുകൊണ്ട് ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ഒരു സാധുവായ മനുഷ്യനുണ്ട്, അദ്ദേഹമാണ് എന്ന് സംശയം പറഞ്ഞ് അങ്ങനെ പോയി അലി റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും കൂടി അദ്ദേഹത്തെ കണ്ടെത്തുകയാണ്. അങ്ങനെയാണ് ആ സംഭവങ്ങൾ ഇവർക്ക് മനസ്സിലാകുന്നത്, ആരാണ് ഉവൈസ് എന്നും എന്താണ് ഉവൈസിന്റെ പ്രത്യേകത എന്നും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, വരാൻ പറ്റിയില്ല. അപ്പൊ ഇതിന്റെ കാരണം പറഞ്ഞ ഇതാണ്, എന്റെ മാതാവിനെ നോക്കാൻ വേണ്ടി എന്റെ സമയം ഞാൻ പൂർണ്ണമായും ചെലവഴിച്ചു, അതുകൊണ്ട് ആ ഒരു മഹത്വമാണ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം മുഴുവൻ വെള്ളപ്പാണ്ട് രോഗിയായിരുന്നു, അതൊക്കെ അല്ലാഹു ദുആയിരുന്നിട്ട് പൂർണ്ണമായി നീക്കിക്കൊടുത്തു. ഈ ചെറിയൊരു പാട് മാത്രം അദ്ദേഹത്തെ തിരിച്ചറിയാൻ വേണ്ടി പിൽക്കാലത്ത് ആ ഒരു അടയാളം മാത്രം അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായത്. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം? ഈ ഒരു വലിയ മഹത്വം, വലിയ സ്ഥാനത്ത് ഇദ്ദേഹം എത്താനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ മാതാവിനെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്, മാതാവിന് സേവനം ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നമുക്കൊക്കെ മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അവരോട് നമ്മൾ കടമ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ കടമ നമ്മൾ നിർവഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പിൻഗാമികൾ, നമ്മുടെ മക്കൾ നമ്മോട് നിർവഹിക്കുകയുള്ളൂ. നമുക്ക് ചരിത്രം അന്വേഷിച്ചാൽ മനസ്സിലാവും. നാട്ടിലെ ഓരോ സംഭവങ്ങൾ അന്വേഷിച്ചാൽ മതി. നാട്ടിലെ മാതാപിതാക്കളോട് കടമ നിർവഹിക്കാത്ത, അക്രമം കാണിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചാൽ അറിയാം, അയാളെ വാപ്പ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അയാളെ ഉമ്മ എങ്ങനെയായിരുന്നു. എത്രയോ സംഭവങ്ങൾ നമുക്ക് നേരിട്ട് അറിയുന്നതുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം അദ്ദേഹം സ്വന്തം മാതാവിനോടോ പിതാവിനോടോ ചെയ്തായിരിക്കും. അത് തന്നെ ചരിത്രം ആവർത്തിക്കും, യാതൊരു സംശയമില്ല. നമുക്ക് കാണാൻ കഴിയുന്ന എത്രയോ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതാണ്. നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിദ്യാഭ്യാസം കൊടുത്ത്, ശിക്ഷണം കൊടുത്ത്, മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ആ രീതിയിലുള്ള ഒരു ശിക്ഷണം അവർക്ക് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അവർ നമ്മളെ തിരുമത്തിൽ നാളെ വരും. നമ്മളെ മാതാപിതാക്കളെ അവരർഹിക്കുന്ന രീതിയിൽ അത് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കളെ ശിക്ഷണം എന്ന് പറഞ്ഞാൽ പലരും അതൊരു ഒരു ഡ്യൂട്ടി നിർവഹണമായിട്ടാണ് മനസ്സിലാക്കുക. ഇമ്മാ യബ്ലുഗന്ന ഇൻദക്കൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ അർത്ഥവത്തായ, നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഉത്ബോധനമാണ് മാതാപിതാക്കളെ പറ്റി നടത്തിയത്. മാതാപിതാക്കൾ പ്രായമായ സമയത്ത് നിന്റെ അടുത്തെത്തിയാൽ, നിന്റെ അടുത്തുണ്ടായാൽ, അഹദുഹുമാ ഔ കിലാഹുമാ, ഉമ്മയാവട്ടെ ബാപ്പയാവട്ടെ അല്ലെങ്കിൽ രണ്ടാളും കൂടി പ്രായമായ സമയത്ത് നിന്റെ അടുത്തുണ്ടെങ്കിൽ അവരോടൊരു വെറുപ്പിക്കുന്ന ഉഫിൻ, അതായത് ഛേ എന്നുള്ളൊരു വാക്ക് പോലും നീ പറയാൻ പാടില്ല എന്നാണ്. ഇത് തന്നെ എല്ലാത്തിനും പകരം മതിയായ ഒരു വാക്കാണ് ആ പറഞ്ഞ വാക്ക്. നമ്മൾ വയസ്സാവുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. സാധാരണ ഒരു യുവാവ് ചെയ്യുന്നത് പോലത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നടന്നു പോകണമെങ്കിൽ യുവാക്കൾ നടത്തുന്ന സ്പീഡിൽ നടക്കാൻ സാധിക്കൂല. ഇത് കാണുമ്പോത്തിന് ഓന് തിരക്കുണ്ടാവും ബേക്കലെ മകന്. അപ്പൊ പറയൽ തുടങ്ങും മനസ്സിന്റെ ഉള്ളിൽ ഓരോന്ന്. എന്ന് വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും അവന്റെ ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് അള്ളാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തലമുറകൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാണ്. എന്നുള്ളൊരു വാക്ക് പോലും പറയരുത്. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ, അവരെ തടയരുത്, വിലക്കരുത്. എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമുക്കറിയാലോ. നമ്മൾ ഈ വൃദ്ധസദനത്തെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പ്രസ്താവന നടത്തും, പ്രമേയം പാസാക്കും, വൃദ്ധസദനത്തെ നമ്മൾ കളിയാക്കും. പക്ഷെ ഈ കളിയാക്കുന്ന നമ്മൾ എന്ന് പറയണം. നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ വൃദ്ധന്മാരായ നമ്മുടെ വീട്ടിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തതെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യണം. അത് നമ്മുടെ ഭാര്യ ചെയ്താൽ പോലും മതിയാവും എനിക്ക് തോന്നുന്നില്ല.
എന്റെ മാതാവിനെ ഞാൻ നോക്കാൻ ബാധ്യസ്ഥനാണ്, എന്റെ ഭാര്യ നോക്കിയാൽ മതി, എന്റെ ഭാര്യ നോക്കേണ്ടത് എന്റെ ഭാര്യന്റെ ഉമ്മാനെയാണ്. നമ്മളിത് ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇതിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ ഒരുപക്ഷെ ഇന്ന് നമ്മളമ്മ ആ വെറുപ്പ് നമ്മൾ പ്രകടിപ്പിക്കില്ലായിരിക്കാം, പക്ഷെ ചരിത്രം തിരിച്ചു വരും. നാളെ ഇത് നമ്മുടെ കൊണ്ടും മക്കളും ഭാര്യയും സുഖിച്ചപ്പോൾ ആ പിതാവിനെ റൂമിനുള്ളിട്ട് പൂട്ടിയിട്ട് ശിക്ഷിക്കുക അവർ ചെയ്യുന്നത്. അവർക്ക് ശല്യമാണ്. ആളുകളൊക്കെ വരുമ്പോൾ മൂത്രമൊഴിക്കുന്ന അല്ലെങ്കിൽ സ്ഥലം വൃത്തികേടാക്കുന്ന ഒരു പിതാവ്, അപ്പൊ അത് ആളുകൾ കാണണ്ട, സ്വല്ലാ കിടക്കാന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ആവശ്യമുള്ള ശിക്ഷണം, യഥാർത്ഥ ശിക്ഷണം ആ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ ആ പിതാവിന് യഥാസമയത്ത് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഇതേ പണി അദ്ദേഹത്തിന്റെ പിതാവിനോട് ചെയ്തിട്ടുണ്ടാവും. ഇത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് മുമ്പിൽ ഇങ്ങനത്തെ സംഭവങ്ങളുടെ പരിശോധിച്ചാൽ മനസ്സിലാവും. മക്കളെ ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തും ശരിയായ രീതിയിൽ ശിക്ഷണം കൊടുത്തും വളർത്തിക്കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് അവരെയാണ് നമുക്ക് പ്രയോജനപ്പെടുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇത് സ്ഥിരമായി നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം കുടുംബം ഉണ്ടാക്കുകയും കുടുംബത്തിൽ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായി ജീവിക്കാനുള്ള ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ കിടന്നുറങ്ങി വിശ്രമിച്ചു, ഇവിടെ വിഷയം അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ, പടച്ചോനെ എനിക്ക് സന്തോഷം നൽകുന്ന ഭാര്യമാരും മക്കളും വേണമെന്ന് പറഞ്ഞു. ഭാര്യമാരും മക്കളും ഭൗതികമായി നമുക്ക് നമ്മൾ കാര്യം നിർവഹിക്കാനുള്ള മക്കളായ പോരാ, അപ്പൊ വിളിച്ചാൽ വരും, ആവശ്യമൊക്കെ നടക്കും. നമുക്ക് ആഖിറത്തിൽ പ്രയോജനപ്പെടുന്ന മക്കളായി തീരണം. അവിടെയാണ് ഖുർറത അയുനാവുള്ളൂ. അങ്ങനത്തെ മക്കളെ എനിക്ക് തരണമേ എന്ന് ദുആർക്കാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്കറിയാലോ, മക്കയിൽ ആ ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് റബ്ബനാ ഇന്നി തറക്തു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദി ദർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്. അവർക്ക് ഒരു സൗകര്യമില്ലാത്ത ആ മക്കത്തെ അന്ന് വിട്ടുപോയത്. പക്ഷെ ആ വിട്ടുപോകുമ്പോഴും എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെന്ന് പ്രതീക്ഷിച്ചത്? അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായി വളരണം. മറ്റൊന്നുമല്ല, നമ്മളിപ്പോ ഈ ഗൾഫിൽ വന്ന് അധ്വാനിച്ച് കാശുണ്ടാക്കി, അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി, ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അവസാനം നമുക്ക് ഈ ഒരു കാര്യം, ഈ ഒരു നേട്ടം മക്കളെ കൊണ്ടില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മക്കളിലൂടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ ഏറെ ആളുകളും. മക്കൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾ അധ്വാനിക്കുന്നത്. എന്തിനാ നമ്മൾ ഇവിടുന്ന് ജീവിക്കുന്നത്? നമ്മളെ പോലുള്ള ആളുകൾ നാട്ടില് വളരെ ചെറിയ ശമ്പളം കൊണ്ടോ ചെറിയ ജോലി ചെയ്തോ ഏറെക്കുറെ നമ്മൾ അനുഭവിക്കുന്ന ഏറെക്കുറെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മക്കൾക്ക് നല്ല സൗകര്യമുള്ള, നല്ല ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ വലിയ ഫീസ് കൊടുക്കണം. അവർക്ക് നല്ല സൗകര്യമുള്ള വീടുണ്ടാക്കണമെങ്കിൽ വലിയ പണം മുടക്കണം. ഇതിനൊക്കെയുള്ള അധ്വാനം ആണ് യഥാർത്ഥത്തിൽ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചെയ്യുന്നതിനൊക്കെ ഫലം അനുഭവിക്കേണ്ടത് നമ്മൾ കുടുംബാംഗങ്ങളാണ്, ഭാര്യയാണ്, മക്കളാണ്. എന്നാൽ ഈ മക്കൾ ഈ എല്ലാ സൗകര്യങ്ങളും നേടി അവസാനം നമ്മുടെ എല്ലാ ഊർജവും അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ച് അവസാനം അതനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടാത്തൊരു മക്കളായി വളരുകയാണെങ്കിൽ എന്താണ് നമുക്ക് പരലോകത്തുകൊണ്ട് കിട്ടാൻ പോകുന്നത്? നമ്മുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ കൂടെയുള്ള പല ആളുകളുടെയും അവസ്ഥ വളരെ കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസമൊക്കെ നേടി എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇവിടെ ഒരുപക്ഷെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ദൂരത്തോടെങ്കിലൊക്കെ പോയി പഠിച്ച് പ്രത്യക്ഷത്തിൽ കണ്ട നമുക്കെല്ലാം ക്ലിയറാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണ്, ഏതൊരു സമൂഹമായിട്ടാണ് അവർക്ക് ബന്ധമുള്ളത്, ആരാണ് അവരുടെ കൂട്ടുകാര്? സാലിഹ്യങ്ങളായ കൂട്ടുകാർ എപ്പോഴും നന്മയിലേക്ക് എത്തിക്കും. എന്നാൽ തിന്മയുടെ കൂട്ടത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് നല്ലൊരു പ്രതീക്ഷ നമുക്ക് അവരെ കാര്യത്തിൽ വെച്ചു പുലർത്താൻ സാധിക്കാതെ വരികയാണ്. ആ ഒരു ചുറ്റുപാടിൽ നിന്ന് നമ്മളെ മക്കളെ മോചിപ്പിച്ചെടുക്കാൻ പലപ്പോഴും ഗൾഫുകാരന് സാധിക്കുന്നില്ല. കാരണം നമ്മൾ റിമോട്ട് കൺട്രോൾ പോലെ ഇവിടെ ഇരുന്ന് നാട്ടിൽ നിയന്ത്രിക്കാൻ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗൾഫുകാരനായ ആളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വരുന്നത്.
ശരിയായ വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷെ ആ കൊടുക്കുന്നത് നമ്മുടെ ദീനിയായ ഒരു ചുറ്റുപാടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരിക്കണം. കുട്ടികൾക്ക് അവർ അർഹിക്കുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതേസമയത്ത് ഭൗതിക സൗകര്യങ്ങൾ നമ്മൾ ഒരിക്കലും അവർ അർഹിക്കാത്ത രീതിയിൽ, അവർ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള രീതിയിൽ നമ്മൾ അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞ സൗകര്യങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഇന്ന് നമുക്കറിയാം, ഇലക്ട്രോണിക് സൗകര്യങ്ങൾ, മീഡിയകളൊക്കെ, അതുപോലെ സോഷ്യൽ മീഡിയകൾ, ഇതൊക്കെ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വഴിതെറ്റിപ്പോകാൻ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള, അവർക്ക് എളുപ്പം വഴിതെറ്റിപ്പോകാൻ കാരണമാകുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ പലപ്പോഴും മക്കളെ പോലെ ആ സാങ്കേതിക വിദ്യ നമ്മളെ കയ്യിലുണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മൾ അതിനുള്ള അവസരം അവർക്കില്ലാതെ തിന്മയിലേക്ക് പോകാനുള്ള അവസരങ്ങൾ കൺട്രോൾ ചെയ്യുന്ന വേണം. അതോടൊപ്പം തന്നെ ഒരു സൗഹൃദ രീതിയിൽ, ഒരു ശത്രു എന്നുള്ള നിലക്കല്ല, സൗഹൃദ അന്തരീക്ഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്തുള്ള ഇബ്നു അബ്ബാസിനോടും ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉപദേശിച്ച എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. ആ രീതിയിൽ മക്കളെ ശരിയായ രീതിയിൽ പറഞ്ഞു ഉപദേശിച്ച് ഒരു സൗഹൃദ കുടുംബം എന്നുള്ള രീതിയിൽ ഭാര്യയെയും മക്കളെയും ദീനിയായ കാര്യങ്ങൾ പറഞ്ഞ് ഉത്ബോധിപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതാണ്, മക്കളെ നേരിട്ട് നമുക്ക് സംസാരിച്ച് വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നമുക്ക് അവർ ചോറ് കൊടുക്കാനും ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കാനും മാത്രമല്ല, അവരുടെ സ്വന്തം വിഷയങ്ങൾ മനസ്സിലാക്കാനും അവർ ദീനിയായും മറ്റു കാര്യങ്ങളിലും എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഓരോ ദിവസത്തിലും അവരുടെ പ്രവർത്തനങ്ങളും ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും അനുവദിക്കുന്നുള്ളതല്ല. നിസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ മറ്റ് ശരഈയായ കാര്യങ്ങളിൽ അവർക്ക് താല്പര്യം എത്രയുണ്ട്, അതുപോലെ തന്നെ ദീനീ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസത്തെക്കാൾ പ്രാധാന്യമായ, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം ദീനീ വിദ്യാഭ്യാസമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുപോലെ മക്കൾക്കും അത് കൊടുക്കാൻ സാധിക്കണം. ആ ഒരു ചുറ്റുപാടിൽ മാത്രമേ മക്കളെ ശരിയായ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഖുർറത്ത് അയ്യുൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഒരിക്കലും ഫലപ്രദമാവില്ല. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യം ഏറ്റവും പ്രധാനമായത്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം കൃത്യമായി നിലനിർത്തുക, അത് തന്നെ ജമാഅത്തായി നിലനിർത്തുക. ഈ കാര്യത്തിൽ നമ്മളെ മക്കളെ ചെറുപ്പം മുതലേ കൊണ്ടു നടന്ന് പരിശീലിപ്പിക്കണം. ഇത് കുട്ടികൾ നിസ്കരിച്ചോളൂ എന്ന് കരുതിയാലോ, അല്ലെങ്കിൽ കുട്ടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ജമാഅത്തിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ അവസാനിക്കുന്ന ഒരു സംഗതിയല്ല. ഏറ്റവും പ്രധാനമായിട്ട് സുബൈക്ക് ഇപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവില്ല. ഏത് സ്കൂളിൽ പോണ കുട്ടിയും ഏത് ജോലിക്ക് പോകുന്ന രക്ഷിതാവും മിക്കവാറും സുബൈ വീട്ടിലുണ്ടാവും. ഒരുവിധം നിസ്കരിക്കാൻ പ്രായമായ വകതിരിവെത്തിയ കുട്ടീനെ സുബഹിസ്കാരത്തിന് പള്ളി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായ വിജയത്തിന്റെ ഒന്നാമത്തെ പടി അതാണ്. സുബഹിസ്കാരത്തിന് പള്ളി കൊണ്ടുപോകാൻ സാധിക്കുക. ഇതോടുകൂടി തന്നെ മിക്കവാറും കുട്ടിയെ സംബന്ധിച്ച് നിസ്കാരം എന്നുള്ള ആ വാതിലങ്ങ് തുറക്കും. ഇതിന് സാധിക്കാതെ പോയാൽ പിന്നെ നമ്മൾ പറഞ്ഞു ഉപദേശിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും. ഇതാണല്ലോ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആർന്നപ്പോൾ പറഞ്ഞല്ലോ, എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം, വമിൻ ദുർരിയത്തി, മക്കളുടെ കാര്യം പ്രത്യേകം അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഈ ദുആ നമ്മൾ പതിവാക്കണം. നമ്മൾ ചില കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ദുആ കേട്ടാൽ മാത്രം പോരാ, ദുആ നമ്മളും ദുആർന്നുകൊണ്ടിരിക്കണം. നമ്മൾ പല സദസ്സിലും നമുക്കുണ്ടാകുന്നൊരു സംഗതിയാണ്. നമ്മൾ സലാത്ത് ഇങ്ങനെ ചെല്ലണ കേൾക്കും, നമ്മൾ സലാത്ത് ചെല്ലില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സലാത്തിന്റെ മഹത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ചെല്ലുന്ന പല പരിപാടികളും പല കലാപരിപാടികളും ദിക്റും ദുആയും ഒക്കെ സലാത്ത് ഉൾക്കൊള്ളുന്നതായിരിക്കും. നമ്മൾ കേട്ട ഫലം ഉണ്ടാവും, സംഭവം ശരി തന്നെയാണ്. പക്ഷേ ഒരു സലാത്ത് ചെല്ലെങ്കിൽ തന്നെ ചെല്ലിയതിന് കൂലി കിട്ടുള്ളൂ. അതുപോലെ ഖുർആൻ പഠിപ്പിച്ച ദുആകള്, ഈ പറഞ്ഞ ദുആകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും പതിവാക്കി തന്നെ വേണം. ഒന്നുകിൽ കൂട്ടുപ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിക്കണം. ഇപ്പൊ നാട്ടിലാണെങ്കിൽ മിക്കവാറും അങ്ങനെ ഓരോ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന ഉണ്ടാവും. ഇവിടെ നമുക്ക് എല്ലാ സ്ഥലത്തും ആ സൗകര്യം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്യുന്ന വേണം. ആ ദുആ തീർച്ചയായും ദുആ എന്നുള്ള ദുആ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ സത്ത, അതിന്റെ അടിസ്ഥാനം തന്നെ ദുആ. നിസ്കരിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മൾ ദുആർക്കുക. കുടുംബജീവിതത്തിന്റെ രക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായ അതിന്റെ മൂലധനം തന്നെ ഈ രണ്ട് ദുആ നമ്മൾ പതിവാക്കിയാൽ മതി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാം. പഠിച്ചവനെ എന്റെ ഭാര്യയും മക്കളെയും ഖുർറത്ത് അയുനാക്കി തരണേ എന്നാണ്. ഖുർറത്ത് അയുൻ എന്ന് പറഞ്ഞാൽ അവരിലൂടെ നമുക്ക് സന്തോഷം ഉണ്ടാവേണ്ടത്. എല്ലാ കാര്യത്തിലും, ദുന്യവിയായ കാര്യത്തിലാവട്ടെ ഉഖ്റവിയായ കാര്യത്തിലാവട്ടെ സന്തോഷം ഉണ്ടാവണം. അതുപോലെ തന്നെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി,
നിസ്കാരം നിലനിർത്താനുള്ള തൗഫീക്ക് നമുക്ക് അള്ളാഹ് തരണം. നമ്മൾ എന്ത് സാമർത്ഥ്യം കാണിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ മൊബൈലിലുണ്ടാവും നിസ്കാരത്തിന്റെ സമയം, വാച്ചിലുണ്ടാവും, അലാറം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്തുണ്ടായിട്ടെന്താ കാര്യം? നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? ഈ തൗഫീക്ക് അള്ളാഹ് തരണം. ഈ തൗഫീക്ക് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ്. ഈ രണ്ട് ദുആ, കുടുംബ ബന്ധത്തിൽ നമുക്ക് വിജയമുണ്ടാവണമെങ്കിൽ അതിന്റെ നിദാനമായ രണ്ട് ദുആകളാണ്. ഇത് നമ്മൾ സാധാരണ ദുആന്റെ കൂടെ രണ്ട് ഖുർആനിൽ വന്ന ദുആണ്. നമുക്ക് ധൈര്യസമേതം സ്ഥിരമായി പതിവാക്കേണ്ട രണ്ട് ദുആകളാണ്. റബ്ബി ജിഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി, പടച്ചവനെ എന്നെ നിസ്കാരത്തിന്റെ മുഖീമാക്കണം. മുഖീം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിസ്കരിക്കുന്ന ആളെന്നല്ല, നിസ്കാരം അതിന്റെ ചിട്ടയനുസരിച്ച് കൃത്യമായി നിലനിർത്തി പോരുന്ന ഒരാൾ, അയാൾക്ക് മുഖീം എന്ന് പറയുള്ളൂ. അങ്ങനെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ പടച്ചവനെ. അത് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. പള്ളിന്റെ തൊട്ടടുത്ത ഫ്ലാറ്റ് താമസിച്ചിട്ടും കാര്യമില്ല, 24 മണിക്കൂർ ഒഴിവുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ ഇപ്പൊ പോട്ടോ എന്ന് പറഞ്ഞിട്ട് പിശാച് ഇങ്ങനെ പറയും. ആ ബാങ്ക് കൊണ്ട് കൊടുക്കാൻ സമയത്തുണ്ടാവും വേറൊരു ഫോൺ വരുന്നത്, അത് കഴിയുമ്പോഴത്തേന് പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതൊരു നിർഭാഗ്യമാണ്. ഒരു അസ്മ് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ആ ഫോൺ എടുക്കൂല, വേണ്ട, ആ ഫോൺ വേണ്ട. ആ ഫോൺ കൊണ്ട് നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? നമുക്ക് ആഖിറത്തിലുള്ള ഒരു കാര്യമല്ലല്ലോ ഈ ഫോൺ കൊണ്ട് പോണത്. നമുക്ക് ദുനിയാവിലെ എന്തെങ്കിലും ഒരു ഭൗതിക സൗകര്യത്തിനെ പറ്റിയായിരിക്കും ഫോൺ, എല്ലാം വല്ല തമാശയും പറയാനായിരിക്കും. അതാണ് നിസ്കാരം കഴിഞ്ഞിട്ട് മതി. അതിന് മുമ്പ് എന്താ അതിന്റെ അത്യാവശ്യം? ഈ ഒരു ധൃതി നമുക്ക് ശൈത്താൻ ഉണ്ടാക്കുകയാണ്. ശൈത്താൻ ഇതിനായിട്ട് നടക്കണല്ലോ, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടല്ലേ. ഈ നിസ്കാരം മുടക്കാനാണ് ആ ശൈത്താന്റെ ആ ഫോണപ്പ് വരുന്നത്. ആ വിളിച്ചാളപ്പ് ശൈത്താൻ എന്ന് പറയില്ല, ആ ശൈത്താനാണ് അവൻ ആ ഫോൺ ചെയ്യാനുള്ള ഒരു ബുദ്ധി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓരോ കാര്യങ്ങൾ നിസ്കാരം നിന്നാൽ നമുക്ക് തോന്നും റുക്കുവിക്ക് പോകാനാകുന്നതിന് മുമ്പ് എന്തൊക്കെയോ തിരക്കാം നമുക്ക്. അപ്പൊ ആ വലല്ലാലീൻ എന്ന് പറയാനും കൂടി നമുക്ക് സമയം ഉണ്ടാവില്ല. സൂറത്ത് ഓതലിന് ശേഷം ഇത്രയും സമയമില്ലാത്ത മാതിരി തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ മഖ്ബൂനു ബിഹിമാ കസീറുൻ മിനൻ നാസ്, അതാണ്. എന്തൊക്കെ സമയവും സൗകര്യം നമ്മളെ മുമ്പിലുണ്ടെങ്കിലും അതൊക്കെ മറന്നിട്ട്, അള്ളാനെ മറന്നിട്ട് നമ്മൾ ആ ഭൗതിക സൗകര്യങ്ങൾ മുമ്പിൽ പോകും. എന്റെ സമയം നഷ്ടപ്പെട്ടു പോയി പടച്ചവനെ, എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി പടച്ചവനെ, എന്റെ കച്ചവടം നഷ്ടമായല്ലോ. കച്ചവടം തന്നെ ആഖിറത്തിന്റെ കച്ചവടം നഷ്ടമായല്ലോ എന്ന ചിന്ത, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. എന്റെ വയസ്സ് തീർന്നു, ആരോഗ്യം തീർന്നു, ഇനി ഒരു അവസരവും എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആ സമയത്താണ്. ഒരു കാര്യമില്ല. ഒമൻ നുഅമ്മിറുഹു നുനക്കിസു ഫിൽ അർളി. വയസ്സ് കുറെ ആയിട്ട് ഞാൻ അവസാനത്തെ കാലം നന്നാവാന്ന് കരുതിയിട്ട് കാര്യമില്ല. അവസാനം നമുക്ക് പരിമിതികൾ കൂടുകയാണ്. വൈദ്യശാസ്ത്രം തന്നെ പറഞ്ഞാൽ അതല്ലേ, നമുക്ക് ഇന്നുള്ള കഴിവ് നാലുണ്ടാവില്ല. 40 വയസ്സായ കഴിവ് കുറഞ്ഞ്, 50 അതിലേറെ കുറഞ്ഞ്, 60 എണീറ്റ് വെക്കാൻ പറ്റാതായി. ഇങ്ങനെ ആ സമയത്ത് വിവാഹത്തെടുക്കാന്ന് ഇപ്പൊ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നേരത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അത് നമ്മുടെ റെക്കോർഡിലുണ്ടാവും. അവസാന കാലം വരുമ്പോ ചെയ്യാന്ന് ചിന്തിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കുട്ടികൾക്ക് നന്മയും തിന്മയും ഒരേ സമയം നമ്മൾ പിന്തുടരണം. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, അവിടെ കുറെ പരിപാടികളുണ്ട്. സമയത്തിന്റെ ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ്. കുട്ടികൾക്ക് നന്മയുടെയും തിന്മയുടെയും കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നന്മയുടെ കാര്യത്തിൽ പിന്തുടരുന്നത് പോലെ തന്നെ തിന്മയുടെ കാര്യത്തിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിട്ടുവീഴ്ച, സൗഹൃദബന്ധം, ഇതൊക്കെ തന്നെ നമ്മുടെ കുടുംബത്തിൽ അനിവാര്യമാണ്. അതേസമയം നന്മ എങ്ങനെ ഉപദേശിക്കുന്നുവോ അതിനേക്കാൾ സ്ട്രോങ് ആയി ചിലപ്പോൾ തിന്മ ഉപദേശിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുസൈൻ ഇബ്നു അലി നബിന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കയ്യിൽ നിന്ന് ഒരിക്കൽ സദഖ ഒരുമിച്ച് കൂട്ടി വെച്ച കൂട്ടത്തിൽ നിന്ന് ഒരു കാരക്ക എടുത്തിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു വായിലിട്ടു. അപ്പൊ ഇത് സദഖ എന്ന് പറഞ്ഞപ്പോ എടുത്തപ്പോ എന്താ വരാൻ പോണേ? നിസ്സാരമായ സംഗതിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയത് മാത്രമല്ല, അത് വായിൽ കൈയിട്ടെടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞു. അത് കഴിക്കാൻ പാടില്ല എന്നിട്ട്. സദഖ ആലു മുഹമ്മദ് കഴിക്കാൻ പാടില്ല എന്നാണ്. അപ്പോ സംഭവം വളരെ നിസ്സാരമായൊരു സംഗതി നമുക്ക് തോന്നാമെങ്കിലും കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കരുത് എന്നുള്ള ഒരു അധ്യാപനം ഒരു ചെറിയ കുട്ടിയിൽ എങ്ങനെ നടപ്പാക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാണ്. ആ അധ്യാപനം ആ കുട്ടി ജീവിതത്തിൽ പിന്നെ മറക്കൂല. എന്റെ ബാപ്പ ഇന്ന സമയത്ത് ഇന്നൊരു തിന്മയെപ്പറ്റി എന്നെ വിരോധിച്ചിരുന്നു എന്നുള്ള ഓർമ്മ എന്നും ആ കുട്ടിക്കുണ്ടാവും. ആ സമയത്ത് നമ്മൾ കർശനമായി ആ തിന്മയിൽ നീ പോകരുത് എന്ന് പറയണം. അത് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കാര്യങ്ങൾ നിസ്സാരമായി കാണരുത്. നമ്മൾ നിസ്സാരമായി കാണാന്ന് പറഞ്ഞാൽ അത് വിലക്കിയ റബ്ബിനെ നിസ്സാരമായി കാണുന്നതിന്റെ അർത്ഥം. അത് നമ്മൾ ഗൗരവം മനസ്സിലാക്കണം. കുട്ടികളെ നന്മയിലെത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അതാണ്. തെറ്റായ പ്രവർത്തനം, തെറ്റായ ഭക്ഷണം,
ഹലാലാവാത്ത ഭക്ഷണം, ഇതാണ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മക്കൾ വഴിതെറ്റി പോകുന്നതിന്റെ 90% കാരണം നമ്മൾ കണക്കെടുത്ത് പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഹലാലായ ഭക്ഷണം കുട്ടിയെ കൊടുക്കുക, ഹലാലല്ലാത്തൊരു ഭക്ഷണം കുട്ടി കഴിക്കാൻ പാടില്ല എന്ന തീവ്രമായ ഉറച്ച ഒരു നിലപാട് ആ കുട്ടിയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ ഭാര്യയും ഭർത്താവും അതിൽ ശുഷ്കാന്തി കാണിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ കുട്ടികൾ എപ്പോഴും നന്മയിലേക്ക് വരും. കുട്ടികൾ നന്മയിൽ പിടിച്ചിരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിക്ഷണം അതാണ്. തെറ്റായ മാർഗം ചെറിയ സമയത്ത് കണ്ടാൽ പോലും നമ്മളത് വിലക്കുക. അതേസമയത്ത് കുട്ടിനോട് നമ്മൾ സൗഹൃദാന്തരീക്ഷത്തിലും സ്നേഹത്തിലും തന്നെ പെരുമാറാം. ആ പെരുമാറ്റത്തിനെതിരല്ല ഈ രീതിയിലുള്ള ഒരു ശിക്ഷണം കൊടുക്കുന്നത്. ആ ശിക്ഷണം കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടികൾ നമുക്ക് ശരിയായ ഹലാലായ ഭക്ഷണം കൊടുത്ത് വളർത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ കുട്ടി അവിടുന്ന് കാണണം, ഇവിടുന്ന് കാണണം. ഇന്നിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പണ്ടത്തെ ഒരു സാഹചര്യമല്ലോ എന്നുള്ളത്. ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സുഭിക്ഷം, എത്ര ചെറിയ ആൾക്കാർക്കാണെങ്കിലും ഇന്ന് മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഹറാമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കുടുംബത്തിൽ തിന്മയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കർശനമായ ശിക്ഷണം ഉൾക്കൊള്ളണം എന്നുള്ള ഒരു അധ്യാപനം നമ്മളെ ഭാര്യമാർക്ക് ആദ്യം കൊടുക്കണം. ആ ഭാര്യമാര് ആ മക്കളിലൂടെ നടപ്പാക്കുകയും വേണം. അങ്ങനെ വരുമ്പോ ഹറാമായ ഭക്ഷണം കഴിക്കരുത്, ഹറാമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത ചെറിയ കുട്ടികളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ഓരോ കാര്യം നമ്മളിപ്പോ 1-2 ഉദാഹരണം പറയാം. ഉദാഹരണം പറഞ്ഞാല് മ്യൂസിക് കേൾക്കരുത്. അപ്പൊ ഈ പല സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുള്ളതാണ്. മ്യൂസിക് നടപ്പോ ഒന്നുമല്ലല്ലോ. പള്ളിയിലും മ്യൂസിക്, എവിടെ പോയാലും മ്യൂസിക്. എന്താ അത് പിന്നെ റിംഗ് ടോണാണ്. അപ്പൊ അതിന് പല ഇംഗ്ലീഷ് വേർഡും പറയും നമ്മള്. സംഭവം ഇത് മ്യൂസിക് തന്നെയാണ്. മ്യൂസിക്കിനെ പറ്റി പല കൗലുണ്ട്, അതിനും പത്തുവകളും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെയാണെങ്കിലും അത് വേണ്ടാന്ന് നിൽക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ ഇതിന് അഡിക്റ്റ് ആയ ഒരാളോട് ഒരു സുപ്രഭാതത്തിൽ പേര് നാളെ മ്യൂസിക് വേണ്ടു പറഞ്ഞാൽ ആ കുട്ടി ഇന്ന് പിന്മാറിക്കൊള്ളുന്നില്ല. ആദ്യം തന്നെ നമ്മുടെ രക്ഷിതാക്കൾ ഉമ്മയും ബാപ്പയും വീട്ടിൽ അങ്ങനത്തെ ആ മ്യൂസിക്കിന്റെ സംവിധാനമൊന്നും വേണ്ട, അതിന്റെ ഉപകരണം വേണ്ട, അത് കേൾക്കാൻ സമയം കളയണ്ട. അപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ ഈ സീരിയൽ ഇതായിട്ട് നടക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവിടുന്നേ വേറെ ഇറക്കേണ്ടതാണ്. കുട്ടികൾക്ക് ആ വാസനകൾ നല്ല സംഗതിയല്ല മോനെ, ഈ പാട്ടേ അല്ലെങ്കിൽ ഈ മ്യൂസിക് നമുക്ക് പറ്റിയല്ല, നമുക്ക് വല്ല ഖുർആനോ കേൾക്കാം. പിന്നെ ഈ കേൾക്കാൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സലാത്തിനെ പറ്റി പറഞ്ഞില്ല. ഇവിടെ നമ്മൾ എത്ര സലാത്തും പരിപാടിയും നടന്നത്, ഇതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേട്ടിരുന്ന് കൈയടിക്കാന്നല്ലാതെ ഒരു സലാത്ത് നമ്മളെ തൊള്ളോണ്ട് ചെല്ലാൻ നമുക്ക് തോന്നില്ല. എന്നതുപോലെ കുട്ടിനോട് പറയാം, നമുക്ക് നല്ലത് വല്ലതും കേട്ട് പഠിച്ച് ചെല്ല, നമുക്ക് തന്നെ ചെല്ല. ആരെങ്കിലും ചെല്ലുന്നത് കേൾക്കേണ്ടതല്ലോ. ഖുർആൻ വരെ, ഖുർആൻ കേൾക്കുന്നതിന് വരെ ഖുർആൻ ഓതിക്കൂടെ? അതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പോ മ്യൂസിക് കേൾക്കുന്നതിനെ പറ്റി, അല്ല അങ്ങനത്തെ സംവിധാനങ്ങളിൽ അങ്ങനത്തെ കലാവാസനകളിലേക്ക് കുട്ടി പോകുന്നതിനെ പറ്റി ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് നമ്മളൊരു സ്റ്റഡി കൊടുക്കണം. നമ്മളെ ഉലമാക്കള് കണ്യത്തുസ്താദാട്ടെ, ഉസ്താദാട്ടെ, നമ്മളെ മഹാന്മാരായ ആലിമീങ്ങള് അവരൊന്നും ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ്. ഞാൻ എന്റെ ഖിലാഫൊക്കെ വിട്ടാളേ, അവരൊന്നും ഇഷ്ടപ്പെടാതെ അത് നമുക്ക് വേണ്ട. നമുക്ക് പറഞ്ഞ സലാത്തിന്റെ എല്ലാ ദിക്റല്ല, മജ്ലിസുന്നൂർ നടക്കാൻ പോണു, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ 24 മണിക്കൂറല്ലേ ഓരോ ദിവസവും ഉള്ളൂ. ഈ സമയം എന്റെ മോനെ ഈ നല്ല കാര്യത്തിന് ചെലവാക്കണം എന്ന് കുട്ടിനെ മര്യാദയ്ക്ക് ഉപദേശിച്ചാൽ ആ കുട്ടി എവിടെ പാട്ട് കേട്ടാൽ അത് ഓർക്കും. എന്ന് മാത്രമല്ല, നമ്മൾ സ്വയം ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ ഒരു മ്യൂസിക് കേട്ടാ, ഒരു ചീത്ത പാട്ട് കേട്ടാ അപ്പൊ നമ്മളെ മനസ്സിൽ ഒരു ദിക്ർ ഓർമ്മ വരണം. അപ്പൊ നമുക്കൊരു നന്മയുടെ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് എന്ന് പറഞ്ഞല്ലോ. നാളെ ആഖിറത്തിൽ അല്ലാഹ് തൗബ സ്വീകരിച്ചിട്ട് പുറത്തു കൊടുക്കുന്ന ആളുകൾക്ക് തിന്മകളൊക്കെ നന്മകളാക്കി മാറ്റും പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഒരു അനുഭവം നമുക്ക് നേടാൻ പറ്റും. നമ്മളെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കുക, ഇന്നു മുതൽ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് പിന്തിരിപ്പിക്കുന്ന ഒരു മ്യൂസിക് കേട്ടാ എനിക്കൊരു ദിക്ർ ഓർമ്മ വരണം എന്ന് തീരുമാനിക്കാം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ നമ്മളെ മനസ്സിൽ ഓർമ്മ വരും. അത് ഒരിക്കൽ 1-2 ദിവസം നിങ്ങൾ ശീലിച്ചു നോക്കി, പിന്നെ നിങ്ങൾ ഏത് മ്യൂസിക് കേട്ടാൽ നിങ്ങൾക്ക് ഒരു ദിക്ർ ഓർമ്മ വരും. നിങ്ങൾ ദിക്റെല്ലാം തുടങ്ങും. അതൊരു ഷട്ടാക്കി എടുത്താൽ മതി. ഈ ഒരു വിദ്യ നമ്മളെ മക്കളിൽ പ്രയോഗിക്കണം. ജീവിതം മുഴുവൻ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ദിക്റുകൾ ജീവിതത്തിൽ പാലിക്കാൻ കുട്ടികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്കും ഭാര്യമാർക്കും നമ്മൾ പരിശീലിപ്പിക്കുക. ഒരു ദിവസം എത്ര ദിക്റല്ലേ, എല്ലാം ഒഴിവ് സമയം ദിക്റില്ല, സീരിയൽ കാണുമ്പോൾ പാട്ടും പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു ചിട്ട വീട്ടിൽ ഏർപ്പെടുത്തിയാൽ അതോടുകൂടി തന്നെ നമ്മുടെ വീടിന്റെ അകം ശരിയാവും. നമ്മുടെ മക്കൾ നേരത്തെ പറഞ്ഞ പോലെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വരും, തിന്മയുടെ മാർഗത്തിലല്ല. ആ മക്കളെ നമ്മളെ സംരക്ഷിക്കും, നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു സംരക്ഷണം അവരിൽ നമുക്ക് കിട്ടും. ഇതാണ് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
പറഞ്ഞല്ലോ, അവരെ മുറാഫിക്കീങ്ങളായി സ്വർഗത്ത് അവരെ മാതാക്കളും പിതാക്കളും മക്കളും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. നമ്മൾ വിഷയം പൗതിയിലെത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് സമയം വളരെ കുറഞ്ഞതുകൊണ്ട് ഓക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റും സന്ദർഭങ്ങളിൽ സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ മക്കളെ ചുരുക്കത്തിൽ 2 വാക്കിൽ അവസാനിപ്പിക്കാം. നമ്മളെ മക്കളെ സാലിഹീങ്ങളാ മക്കളാക്കി കൊണ്ടുവരാൻ വേണ്ടി അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളെ സാമർത്ഥ്യങ്ങളല്ല, നമ്മുടെ കഴിവുകളല്ല. നമുക്കറിയാം മഹാന്മാരായ പാണക്കാട്ട് തങ്ങള് അതുപോലെ ബാഫയ്ക്ക് തങ്ങളൊക്കെ മക്കൾ സാലിഹീങ്ങളായ രീതിയിലായി തരുന്നത് അവരുടെ മഹത്വം കൊണ്ടാണ്. കഴിവ് അവരെ സാമർത്ഥ്യം നല്ലല്ലേ പറയേണ്ടത്. അതേ സമയത്ത് എത്രയോ വലിയ ആൾക്കാരെ മക്കള് നേരായ വഴിക്കല്ലാതെ അവർ ഖേദിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ നിഴമത്താണ് ഇങ്ങനത്തെ ഒരു മദ്രസയിൽ നമ്മളെ മക്കളെ അയക്കാൻ സാധിക്കുക, ഇങ്ങനത്തെ വേദികളിൽ വരാൻ സാധിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇത് നമ്മുടെ പരലോക വിജയത്തിന് നിദാനമാകാനും തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കളെയും മാതാപിതാക്കളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അംബിയ ഉലമ സിദ്ദീഖീൻ നല്ലവരായ ആളുകളോടെല്ലാം ഒരുമിച്ച് കൂടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഈ വേദിയിൽ ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്ന എനിക്ക് 2-3 കൊല്ലം മുമ്പ് ഒരിക്കൽ ബഹ്റൈനിൽ വരാൻ ഇങ്ങനത്തെ ഒരു വേദി സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും അവസരം തന്നതിന് സംഘാടകർക്ക് നന്ദി പറയുകയും അള്ളാഹു ഇതൊരു സാലിഹ അമലായി സ്വീകരിക്കട്ടെ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും.